ഹായ് ഓൾ, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ICDയിലെ കുറച്ച് എളുപ്പമായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ എൽ കോഡ്സിൻ്റെ ചാപ്റ്റർ അഥവാ ഡിസീസസ് ഓഫ് ദ സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ. അതിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ചാപ്റ്ററുകളൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസിയാണ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും കോഡുകൾ ചൂസ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ റിലേറ്റഡ് ആയ എല്ലാ ഡിസീസസിനും കോഡ് ഉണ്ടെങ്കിലും മെയിൻ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് പ്രഷർ അൾസർ, അതുപോലെ നോൺ പ്രഷർ അൾസർ, അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ആണ്. പിന്നെ ഡെർമറ്റൈറ്റിസ് അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് അതിൽ നിന്ന് നമുക്ക് വരാറുണ്ട്. സോ നമുക്ക് ഇതിലെ പ്രഷർ അൾസറിന്റെ കാര്യങ്ങളുടെയൊക്കെ കോഡുകൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത്, അതിന്റെ ഗൈഡ് ലൈൻസ് എന്താണെന്നുള്ളതും കുറച്ച് എക്സാമ്പിളുകളോട് കൂടിയിട്ട് പരിശോധിക്കും. ഈ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. പ്രഷർ അൾസറിന്റെയും അതുപോലെ തന്നെ നോൺ പ്രഷർ അൾസറിന്റെയും കോഡുകളാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ പ്രഷർ അൾസറിന്റെ കോഡുകൾ മീൻസ് അതിന്റെ ഗൈഡ് ലൈൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ തന്നെയാണ് നോൺ പ്രഷർ അൾസറിന്റെ കേസുകളും, അതുകൊണ്ട് അത് എടുത്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് പ്രഷർ അൾസർ എന്നുള്ളത് നോക്കാം. പ്രഷർ അൾസർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ പ്രൊലോങ്ഡ് ആയിട്ട് ഈ കിടപ്പ് രോഗികൾ എന്നുള്ളവരിലൊക്കെ, അതുപോലെ തന്നെ ക്രോണിക് ഇൽനെസ് ഒക്കെ ബാധിച്ചവർ കുറേ നാൾ കിടപ്പിലാകുമ്പോൾ കണ്ടിന്യൂസ് ബെഡും ഒക്കെ ആയിട്ടുള്ള ഫ്രിക്ഷൻ കാരണം അവരുടെ ബോഡി ഏരിയാസിൽ ഇഞ്ചുറീസ് അല്ലെങ്കിൽ വൂൺസ് അല്ലെങ്കിൽ അൾസേഴ്സ് രൂപപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ അതായത് ബോഡി പാർട്ട് പൊട്ടലുകൾ ഉണ്ടാവാന്ന് നമ്മൾ പറയും അല്ലെ, വ്രണങ്ങൾ രൂപപ്പെടുക എന്ന് പറയും. കൂടുതൽ ബോണി ഏരിയാസിലാണ് ഇത് കാണപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ പ്രഷർ അൾസർ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ മറ്റു പേരുകളാണ് ബെഡ് സോർ, പ്രഷർ സോർ, ഡിഗുബിറ്റസ് അൾസർ, അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട്. നമുക്ക് പ്രഷർ അൾസറിന്റെ കോഡുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ L89 എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമ്മൾ അൾസറിൽ പോയിട്ട് പ്രഷർ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് പ്രഷർ അൾസറിന്റെ കോഡുകൾ L89 കാറ്റഗറിയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. മെയിൻ ആയിട്ട് ഏത് സൈറ്റിലാണ് പേഷ്യന്റിന് പ്രഷർ അൾസർ ബാധിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ അത് ഏത് സിവിയാരിറ്റിയിലാണ് ഉള്ളത്, അതായത് സ്റ്റേജിലാണ് ഉള്ളത് എന്നുള്ളത് വെച്ചിട്ട്, അപ്പോൾ സൈറ്റ് ആൻഡ് സ്റ്റേജിനെ തരംതിരിക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് കോഡുകൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് സ്റ്റേജുകൾ എന്ന് പറയുമ്പോൾ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 ഇങ്ങനെയാണ് 4 സ്റ്റേജുകൾ വരുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് അൺസ്റ്റേജബിൾ എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേജും അതുപോലെ തന്നെ അൺസ്പെസിഫൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേജും നമുക്ക് ഇവിടെ കോഡുകൾ അവൈലബിൾ ആണ്. അപ്പൊ സ്റ്റേജ് 1 to 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ആ ഒരു സിവിയാരിറ്റി ലെവൽ അനുസരിച്ചിട്ടാണ്, അതായത് സ്കിന്നിൽ എത്രത്തോളം പൊട്ടൽ വീഴുന്നുണ്ട്, അത് എപ്പിഡെർമൽ ലെയറിനെയാണോ ഡെർമൽ ലെയറിനെയാണോ എങ്ങനെയാണ് അത് ബാധിച്ചിട്ടുള്ളത് എന്ന് നോക്കിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ 1, 2, 3, 4 സ്റ്റേജുകൾ മെൻഷൻ ചെയ്യപ്പെടുന്നത്. അതുപോലെ അൺസ്റ്റേജബിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഡോക്ടർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസിന്റെ ബേസിസിൽ അല്ലെങ്കിൽ വല്ല എഷ്കാർ പോലെയോ അങ്ങനെ എന്തെങ്കിലും ആണ് രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ സ്റ്റേജ് ഏതാണെന്ന് ഡോക്ടർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അത് അൺസ്റ്റേജബിൾ എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുക. ഇനി അൺസ്പെസിഫൈഡ് സ്റ്റേജ് ആണെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യപ്പെടാത്തതാണ്. ഓക്കെ, അതായത് അവിടെ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിൽ ഏത് സ്റ്റേജ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അഥവാ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് അൺസ്റ്റേജബിൾ. ഇങ്ങനെയാണ് നമുക്ക് പ്രഷർ അൾസറിന്റെ സ്റ്റേജുകൾ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് സൈറ്റ് ആൻഡ് സ്റ്റേജിന്റെ ബേസിസിലായിരിക്കും L89 കാറ്റഗറിയിൽ നിന്നും കോഡുകൾ ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഇവിടെ മറ്റൊരു കേസ് നമുക്ക് വരുന്നത്, ചില കേസുകളിൽ ഗാൻഗ്രീൻ പ്ലസ് പ്രഷർ അൾസർ വരാറുണ്ട്. അതായത് ഗാൻഗ്രീൻ്റെ ഉള്ള ഒരു പേഷ്യന്റിന് തന്നെ പ്രഷർ അൾസർ ബാധിക്കുന്ന കേസുകൾ വരാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ആദ്യം തന്നെ ഗാൻഗ്രീൻ കോഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പ്രഷർ അൾസറിനെ കോഡ് ചെയ്യാനായിട്ട്. അതായത് ഗാൻഗ്രീൻ്റെ കോഡ് I96 ആണ്. അത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ പ്രഷർ അൾസറിന്റെ L89 കോഡുകൾ കൊടുക്കാനായിട്ട്. സപ്പോസ് നമ്മുടെ പേഷ്യൻറ്റിന് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രഷർ അൾസേഴ്സ്, മൾട്ടിപ്പിൾ പ്രഷർ അൾസേഴ്സ് അറ്റ് എ ടൈമിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മോസ്റ്റ് സീവിയർ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കോഡ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ ഒരാൾക്ക് തന്നെ സ്റ്റേജ് 3 ഉണ്ട്, സ്റ്റേജ് 2 ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും സ്റ്റേജ് 3യുടെ കോഡ് ആദ്യം കൊടുക്കുക, അതിനുശേഷം സ്റ്റേജ് 2ൻ്റെ കോഡ് കൊടുക്കുക. അങ്ങനെ മോസ്റ്റ് സീവിയർ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കോഡുകളെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനിൽ പേഷ്യൻറ്റിന് ലെഫ്റ്റ് ആംഗിളിൽ സ്റ്റേജ് 3 പ്രഷർ അൾസറും അതുപോലെ സ്റ്റേജ് 2 പ്രഷർ അൾസർ ലെഫ്റ്റ് ഹിപ്പിലുമാണ് ഉള്ളത്. സോ ഇതിൽ നമുക്ക് കോഡ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ അൾസറിൽ പോയിട്ട് പ്രഷർ അൾസറിന്റെ ഭാഗം നമ്മുടെ ആൽഫബറ്റിക് ഇൻഡെക്സറിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റേജുകൾ, ഓരോ സ്റ്റേജുകൾ തന്നിട്ടുണ്ട്, അതിന്റെ താഴേക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനാട്ടമിക്കൽ സൈറ്റുകളും വെച്ച് തന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സ്റ്റേജ് 3യും സ്റ്റേജ് 2 ആയതുകൊണ്ട് നമ്മൾ ആദ്യം സ്റ്റേജ് 3ന്റെ കോഡാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് ആങ്കിൾ. സോ സ്റ്റേജ് 3ന്റെ താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആങ്കിൾ, ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള പോലെ നിങ്ങൾക്ക്
കാണാനായിട്ട് സാധിക്കും. ഇനി ആ കോഡ് കംപ്ലീറ്റ് അല്ല അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടാബുലാർ ലിസ്റ്റിൽ പോയിട്ട് L89.5 എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ആംഗിൾ എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ലെഫ്റ്റ് ആംഗിൾ വെച്ച് നോക്കുമ്പോൾ L89.52, ഇനി അതിൻ്റെ താഴേക്ക് 6th ക്യാരക്ടർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ L89.523 എന്ന് പറയുന്ന കോഡ് റീഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഹിപ്പിന്റെ കേസും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ തന്നെ ലെഫ്റ്റ് ഹിപ്പിൽ സ്റ്റേജ് 2 പ്രഷർ അൾസറിന്റെ കോഡും ഇതുപോലെ കണ്ടുപിടിക്കാവുന്നതാണ്. കോഡുകൾ നമുക്ക് ആദ്യം സ്റ്റേജ് 3ന്റെ കേസും സ്റ്റേജ് 2ന്റെ കേസ് രണ്ടാമത് റിപ്പോർട്ട് ചെയ്താൽ അതിന്റെ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അടുത്തൊരു പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻ ആണ് ഇഫ് ദ പ്രഷർ അൾസർ ഡോക്യുമെന്റഡ് ആസ് ഹീൽഡ്. അതായത് നമ്മൾ ടൈം ഓഫ് അഡ്മിഷൻ, ഹോസ്പിറ്റൽ അഡ്മിഷൻ വരുമ്പോൾ പ്രഷർ അൾസർ ഉണ്ടായിരുന്നു, അത് ഹീൽഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ L89 കോഡ് റിപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഹീൽഡ് കേസിൽ നമ്മൾ പ്രഷർ അൾസറിന് കോഡ് റിപ്പോർട്ട് ചെയ്യാറില്ല. അടുത്തൊരു കേസാണ് ഡോക്യുമെന്റഡ് ആസ് ഹീലിംഗ്. അതായത് പ്രഷർ അൾസർ ഉണ്ട്, അത് ഹീലിംഗ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ പേഷ്യന്റിന്റെ സൈറ്റ് ആൻഡ് നിലവിലത്തെ സ്റ്റേജ്, ഏത് സൈറ്റിലാണ് ഏത് സ്റ്റേജാണ് ഇപ്പോൾ റണ്ണിങ് പേഷ്യന്റിന്റെ നിലവിലുള്ളത്, അത് വെച്ചുകൊണ്ടുള്ള കോഡ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഡോക്യുമെന്റഡ് ആസ് ഹീലിംഗ് എന്ന് പറയുന്ന കേസിൽ. അടുത്തതാണ് പ്രസന്റ് ഓൺ അഡ്മിഷൻ ഹീൽഡ് അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ, അതായത് അഡ്മിഷന്റെ ടൈമിൽ ഇന്ന സൈറ്റിൽ ഇന്ന സ്റ്റേജിൽ ഒരു പ്രഷർ അൾസർ ഉണ്ടായിരുന്നു, ഡിസ്ചാർജ് ടൈം ആയപ്പോഴത്തേക്കും അത് ഹീൽഡായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഡ്മിഷന്റെ ടൈമിൽ പേഷ്യന്റിന് ഇന്ന സൈറ്റിൽ ഏത് സ്റ്റേജിലായിരുന്നു പ്രഷർ അൾസർ എന്നുള്ളത് മാത്രമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. അടുത്തൊരു ഗൈഡ് ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഒരു പേഷ്യന്റ് ഒരു സൈറ്റിൽ ഒരു സ്റ്റേജ് വെച്ചിട്ട് അഡ്മിറ്റ് ആവുകയാണ്. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും ആ സ്റ്റേജ് ഇവോൾവ് ചെയ്യാണ്, അതായത് കുറച്ച് വഷളാവാന്ന് പറയില്ലേ നമ്മൾ കണ്ടീഷൻ. സോ സൈറ്റ് സെയിം ആണ്, ബട്ട് ഇപ്പോൾ സ്റ്റേജ് 1ൽ അഡ്മിറ്റ് ആയ ആൾക്ക് പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പൊട്ടൽ കൂടിയിട്ട് അത് സ്റ്റേജ് 2ലേക്ക് അല്ലെങ്കിൽ സ്റ്റേജ് 3ലേക്ക് മാറിയിട്ടുണ്ടാവാം, മരുന്നുകൾ ഫലിച്ചിട്ടുണ്ടാവുന്നില്ല ഫസ്റ്റ് ട്രീറ്റ്മെന്റിൽ തന്നെ. അങ്ങനെയുള്ള കേസിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു അഡ്മിഷന്റെ അന്ന്, അതായത് പേഷ്യന്റിന് ഇന്ന സൈറ്റിൽ ഇന്ന സ്റ്റേജ് എന്നുള്ളത്, ഫസ്റ്റ് സപ്പോസ് സ്റ്റേജ് 1 ആണെന്നുണ്ടെങ്കിൽ സൈറ്റ് വിത്ത് നമ്മൾ സ്റ്റേജ് 1ന്റെ കോഡ് കൊടുത്തിട്ട്, രണ്ടാമതായിട്ട് നമ്മൾ ഇപ്പം നിലവിൽ ഡോക്ടർ ഇന്ന് ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ ഇന്ന് എങ്ങനെയാണ് ആ സ്റ്റേജ് എന്നുള്ളത് ആ സൈറ്റ് വിത്ത് ഇന്നത്തെ സ്റ്റേജ് വെച്ചുകൊണ്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതായത് രണ്ട് കോഡുകളും നമുക്കിവിടെ റിക്വയർഡ് ആണെന്ന് അർത്ഥം. സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനിൽ നമുക്കറിയാം സ്റ്റേജ് 3 റൈറ്റ് ഹിപ്പ് അൾസർ ആയിട്ട് വന്ന പേഷ്യന്റിന് ഹോസ്പിറ്റൽ സ്റ്റേയിൽ വെച്ചിട്ട് സ്റ്റേജ് 4ലേക്ക് അത് മാറി. സോ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഡേയിലത്തെ ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഹിപ്പിൽ പോയിട്ട് റൈറ്റ് ഹിപ്പിന്റെ സ്റ്റേജ് 3 വെച്ചുകൊണ്ട് കോഡ് കൊടുക്കാം. രണ്ടാമത്തെ ദിവസത്തെ ആകുമ്പോഴത്തേക്കും അത് എന്താണ് സ്റ്റേജ് 4 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ സൈറ്റ് സെയിം ആണ്, ഹിപ്പ് തന്നെയാണ്, അത് സ്റ്റേജ് 4 ആയിട്ടും കോഡ് കൊടുക്കാം. അങ്ങനെ രണ്ട് കോഡുകളാണ് ഈ ഒരു പേഷ്യന്റിന്റെ കേസിൽ കോഡ് കൊടുക്കാനായിട്ട് പറ്റുന്നത്. അതാണ് ആൻസറിൽ കാണിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗൈഡ് ലൈനുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യോജിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അതായത് പേഷ്യന്റിന് ഗാൻഗ്രീൻ ഉണ്ട്, പേഷ്യന്റിന് പ്രഷർ അൾസറും ഉണ്ട്, ഓക്കെ, അതുപോലെ തന്നെ പേഷ്യന്റിന് സെല്ലുലൈറ്റിസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് പേഷ്യന്റിന് സ്റ്റേജ് 2 പ്രഷർ അൾസർ സാക്രത്തിലും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേജ് 3 ഡെക്യുബിറ്ററിസ് അൾസർ അഥവാ പ്രഷർ അൾസർ അത് റൈറ്റ് ഹിപ്പിലുണ്ട്. അപ്പോൾ പേഷ്യന്റിന് എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഉള്ളതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഗാൻഗ്രീൻ ഉണ്ട്, പ്രഷർ അൾസർ ഉണ്ട്, സെല്ലുലൈറ്റിസ് ഉണ്ട്. അപ്പോൾ ഗാൻഗ്രീൻ പ്ലസ് പ്രഷർ അൾസർ വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഗാൻഗ്രീൻ ആണ് ആദ്യം കോഡ് കൊടുക്കേണ്ടത്. അതെന്താ കോഡ് എന്ന് പറഞ്ഞാൽ ജിയിൽ പോയി ഗാൻഗ്രീൻ നോക്കുമ്പോൾ നമുക്ക് I96 എന്ന് കിട്ടുന്നു. പിന്നെ നമുക്ക് പ്രഷർ അൾസർ രണ്ട് സൈറ്റിൽ പറയുന്നുണ്ട്, സ്റ്റേജ് 3 റൈറ്റ് ഹിപ്പിലും പറയുന്നുണ്ട്, സ്റ്റേജ് 2 എന്ന് പറയുന്നത് സാക്രത്തിലും പറയുന്നുണ്ട്. സോ നമുക്ക് അതിന് രണ്ടിനും കോഡ് L89 കാറ്റഗറിയിൽ നിന്ന് എടുത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സെല്ലുലൈറ്റിസിന്റെ കൂടെ എവിടെ പോയി നോക്കണം, സിയിൽ പോയിട്ട് സെല്ലുലൈറ്റിസിൽ പോയിട്ട് റീഡ് ചെയ്തെടുക്കണം. അത് സെല്ലുലൈറ്റിസ് എവിടെയാണ് പറയുന്നത്, റൈറ്റ് ഹിപ്പിലാണ് പറയുന്നത്. ദാറ്റ് ഈസ് നമുക്ക് ലോവർ എക്സ്ട്രീമിറ്റി ആണ് റൈറ്റ് ഹിപ്പ് എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പോൾ അത് റൈറ്റ് ലോവർ എക്സ്ട്രീമിറ്റി എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ട് വേണം കോഡ് കൊടുക്കാനായിട്ട്. അങ്ങനെയാണ് L03.115 അതിന്റെ കോഡായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾ എന്താണ് ഗാൻഗ്രീൻ ഫസ്റ്റ് കോഡ് കൊടുക്കുന്നു, നമ്മൾ ആദ്യമേ ഗൈഡ് ലൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ L89 കോഡ്സ്, ദെൻ അത് കഴിഞ്ഞിട്ട് സെല്ലുലൈറ്റിസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സെല്ലുലൈറ്റിസിന്റെ കോഡും റിപ്പോർട്ട് ചെയ്യും. സോ ഇവിടെ നമ്മൾ പ്രഷർ അൾസറിന്റെ കേസിൽ എന്തെല്ലാം ഗൈഡ് ലൈൻസ് പറഞ്ഞു, അതിന് സിമിലർ ആയ ഗൈഡ് ലൈൻസ് തന്നെയാണ് നോൺ പ്രഷർ അൾസറിന്റെ കേസിലും വരുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ സ്റ്റേജ് ആൻഡ് സൈറ്റ് അനുസരിച്ചിട്ട് കോഡ് എടുക്കുന്നതും, അതുപോലെ തന്നെ എന്താണ് ഹീലിംഗ് ആവുമ്പോൾ എങ്ങനെയാണ്, ഹീൽഡ് ആവുമ്പോൾ എങ്ങനെയാണ്, ഇവോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, സെയിം കണ്ടീഷൻസ് തന്നെയാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. L97 കാറ്റഗറിയാണ് നോൺ പ്രഷർ അൾസേഴ്സിന് കിട്ടുക എന്ന് മാത്രം. അതാണ് ഒരു കാറ്റഗറിയുടെ വ്യത്യാസം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്
നമ്മുടെ സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ അഥവാ ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ICD-യിൽ വരുന്ന കോഡ്സിലെ ചില പ്രധാന ഗൈഡ് ലൈൻസും കാര്യങ്ങളുമാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഡെർമറ്റൈറ്റിസ് അങ്ങനെയുള്ള നോർമൽ ആയിട്ടുള്ള സ്കിൻ ഡിസീസസിൻ്റെ കോഡുകൾ നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് എല്ലാ ചാപ്റ്ററിലും വരുന്ന പോലെ തന്നെ ഇതിലും വരാറുണ്ട്. മേജറായിട്ട് പ്രഷർ അൾസറിൻ്റെയും നോൺ പ്രഷർ അൾസറിൻ്റെ കോഡുകളും അതിൻ്റെ ഗൈഡ് ലൈൻസുമാണ് ഇവിടെ നമുക്ക് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കണ്ടൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ഫ്യൂച്ചർ നിങ്ങളുടെ കോഡ്സ് ഒക്കെ സോൾവ് ചെയ്യുന്ന അതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന കേസിൽ ഇത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Subscribe our channel for more videos. Thank you.